ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡുമായിട്ടാണ്. ഓക്കെ, അപ്പൊ ലോങ് വീഡിയോസിന്റെ ബേസിക്സ് നോക്കിയപ്പം എന്താണ് കണ്ടന്റ് ഒരു വീടിനുള്ളിൽ എന്ത് കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്. എനിക്ക് ഒരുപാട് കണ്ടന്റ് ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ബ്ലോഗ് തന്നെ ഇടാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് മോർണിംഗിലത്തെ ഫുഡാണ് ഇത് നമ്മള് വീഡിയോ ഇട്ട് കാണാൻ പോണത്. ഓക്കെ, അപ്പൊ ഇന്ന് രാവിലെ സേമിയ ഉപ്മാവും ഒരു മുട്ട പൊരിച്ചതും കുറച്ച് ഗ്രീൻ പീസ് തോരനും കുറച്ച് ചിപ്സും ഇതെല്ലാം കൂടിയാണ് ഞാൻ മോർണിംഗ് കഴിക്കാൻ പോണത്. അപ്പോ വലിയ സംഭവങ്ങളൊന്നും ഇല്ല, എന്നാലും ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചെടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അല്ലെ. അപ്പൊ ഇതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോണ ഫുഡ് ഇതാണ്. ഓക്കെ, നമ്മൾ കഴിച്ചത് ടേസ്റ്റാണ്. ഈ ഉപ്മാവ് കഴിക്കാൻ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ശരിക്കും. കറികളൊന്നും ഇല്ലാത്തത് നല്ല അടിപൊളിയാണ്. എനിക്കാണെങ്കിൽ ആക്ച്വലി ഈ ഉപ്മാവിന്റെ കൂടെ വേറെ ഒരു സംഭവത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് റവ കൊണ്ട് ഉണ്ടാക്കിയ ഉപ്മാവിനോടൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഇരുന്ന നെക്സ്റ്റ് കാണുന്ന റോഡാണ്. സൈഡിലാണ് വീട്. എന്നാലും ഞാൻ വോട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ വോട്ട്. ഇതൊക്കെയാണ് വിധി എന്ന് പറയണത്. കേരളത്തിൽ ജനിച്ച ഞാനും എന്റെ ഫസ്റ്റ് വോട്ട് വന്നത് തമിഴ്നാട്ടിൽ. പ്രോപ്പറായിട്ട് എടുക്കുന്ന പ്ലേസ് ആണ് കാണുന്നത്. ഞാൻ മിക്കവാറും
എല്ലാ ഫുഡിൻ്റെ കൂടെയും രാവിലത്തെ ഫുഡിൻ്റെ കൂടെ ഒരു ഓംലേറ്റ് കഴിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് നശിക്കില്ല. ചില്ലി ഫ്ലേക്സ് കിട്ടുന്ന മുട്ടയാണ്. നമുക്ക് ചില്ലി കുറച്ച് നല്ല രീതിയിൽ വേണം.
ചെയ്യുന്ന കോഫിയാണ് ബ്രൂ. മിക്കവാറും ചില സാധനം ഉണ്ടാവും ഉപ്പിന് ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കോഫി നല്ലോണം കുടിക്കാറുണ്ട്. ഈ നമ്മൾ മാക്സിമം കോഫിയൊക്കെ ഒഴിവാക്കാൻ രാവിലെ, കാരണം ഈ നമ്മൾ ഫുഡിൽ നിന്ന് അയൺ കണ്ടന്റ് അബ്സോർവ് ആവണമെങ്കിൽ കോഫി ഒന്നും കുടിച്ചിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഒരു അയൺ കണ്ടന്റ് അബ്സോർവ് ആവല് നമ്മുടെ ബോഡിയിലേക്ക്. അപ്പൊ അങ്ങനെ അയൺ കണ്ടന്റ് ഒക്കെ നല്ല രീതിയിൽ അബ്സോർവ് ആയി നമുക്ക് അതിന്റെ ന്യൂട്രീഷൻ അതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കോഫി കുടിക്കാതിരിക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ എന്താ പറയാ, രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങയൊക്കെ കുറച്ച് 4 മിനിറ്റ് കഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടന്റൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവാനും ന്യൂട്രീഷണലി നമ്മളെ ഫുഡിന് എന്തൊക്കെ ന്യൂട്രീഷൻ കിട്ടുന്നോ അതൊക്കെ അബ്സോർബ് ആവാനും ഒക്കെ അതാണ് നല്ലത്. മാക്സിമം കോഫി സംഭവങ്ങളൊന്നും രാവിലെ കഴിക്കാതിരിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമുക്കിത് അറിയാം. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു എന്താ പറയുക, ഉപ്പുമാവിൻ്റെ കൂടെ ഒരു കോഫി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. നിർത്തണം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, പക്ഷെ എനിക്ക് നിർത്താൻ കാരണം ഫുഡ് കഴിയുമ്പോൾ കുറച്ച് ടേസ്റ്റോടെ കഴിക്കണം. നമ്മൾ ചെറുപ്പം അത് ശീലിച്ചാവുന്നതാണ്. ചെറുപ്പം മുതലേ ഈ പാൽ ചായ അങ്ങനെ ഞാൻ കുടിക്കില്ല കേട്ടോ. കുടിക്കും, ഈവനിങ് ആണെങ്കിൽ കുടിക്കും. പക്ഷെ മോർണിംഗ് ഉള്ള ഫുഡിൻ്റെ കൂടെയൊക്കെ പാൽ ഒഴിച്ച ചായ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. വെറുതെ പാലാണെങ്കിൽ തീരെ കുടിക്കില്ല. അങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിലേ നമ്മൾ ശീലിച്ചു വന്നത്. പെട്ടൻ ചായ അല്ലെങ്കിൽ പെട്ടൻ കാപ്പി ഇതൊക്കെ കുറിച്ചിട്ടാണ് ശീലിച്ചു വരുന്നത്. അപ്പൊ ആ ശീലങ്ങളൊക്കെ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. അപ്പൊ ഇത് ഒരിക്കലും നമ്മൾ ഒഴിവാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഒഴിവാക്കാനും പറ്റാറില്ല. ചില ഫുഡിന്റെ കൂടെ നമുക്ക് നിർബന്ധമില്ലാത്ത ഫുഡിന്റെ കൂടെ ഒന്നും കഴിക്കാറില്ല. പക്ഷെ ഉപ്പുമാവിന്റെ കൂടെ എനിക്ക് അത്യാവശ്യം നിർബന്ധമുള്ള കാര്യം. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ. രാവിലെ എന്താണ് കഴിച്ചത് ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വീഡിയോയില്. അപ്പൊ എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒന്ന് ഹൈപ്പ് ചെയ്യും കൂടി വേണേ. നിങ്ങളുടെ ഒരു ഹൈപ്പ് ഉണ്ടെങ്കിൽ എന്റെ നിന്ന് പോയ വീഡിയോസ് ആണ്, അതായത് ലോങ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയാ, ഒരു 3-4 മാസമായിട്ട് ഞാൻ ലോങ് വീഡിയോസ് ഇടുന്ന ആളെ അല്ല ഇപ്പം. കാരണം എൻ്റെ ലൈഫിൽ വളരെയധികം ഒരു ക്രൈസിസ് വന്നപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു തുണിക്കടയിൽ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്താ പറയാ, ഷോർട്സും ലോങ്ങും ലൈവും എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായപ്പം ഞാൻ ലോങ് ഇടൽ അങ്ങോട്ട് നിർത്തി. നമുക്ക് ലോങ് വീഡിയോസ് ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടിടുന്നത്. റിയാക്ഷൻ വീഡിയോ നമ്മൾ ഇടുമ്പോൾ നമ്മൾ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞ് അതിന്റെ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ട് കഴിഞ്ഞിട്ട് വേണമായിരുന്നു നമ്മൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ എന്താ പറയാ, ആ ഒരു സമയത്ത് രാവിലെ 8 മണിക്ക് ഞാൻ ഇവിടുന്ന് കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് 6:30 കഴിയുമ്പോഴാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ കുറെ ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ ഇടാൻ വേണ്ടി. അങ്ങനെ ആകുമ്പോ ഞാൻ ലോങ് വീഡിയോ മൊത്തമായിട്ട് നിർത്തിയതായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഇപ്പോഴാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് വീഡിയോ ആണ് 30 കണ്ടത്. ആ വീഡിയോയിൽ കൂടിയാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും എന്താ പറയാ പിന്തുണയും കൂടെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ബൈ.